നമസ്കാരം. നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ വ്യക്തിയെന്ന വാദവുമായി KSEB. വഴിക്കടവിലേത് വൈദ്യുതി മോഷണമാണ്. KSEB പോസ്റ്റിൽ നിന്ന് അനധികൃതമായി ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി വലിച്ചത്. നടന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും KSEB വിശദീകരിച്ചു. വൈദ്യുതി കെണി സംബന്ധിച്ച് പരാതി നൽകിയിട്ടും KSEB നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് വിശദീകരണവുമായി KSEB തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് നിലമ്പൂർ വഴിക്കടവിൽ 3 കുട്ടികൾക്ക് ഷോക്കേൽക്കുകയും ഒരു കുട്ടി മരണമടയുകയും ചെയ്ത ദാരുണമായ അപകടമുണ്ടായത്. KSEBയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത വയർ ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു. തോട്ടിലൂടെ വലിച്ച വയറിൽ നിന്ന് മീൻ പിടിക്കുന്ന കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചതെന്നും KSEB ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ KSEB നിരന്തരം ബോധവൽക്കരണം നടത്താറുള്ളതാണ്. കാർഷിക വിള സംരക്ഷിക്കുന്നതിനായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ നൽകി അനുമതിയോടെയുള്ള വൈദ്യുതി വേലി മാത്രമേ സ്ഥാപിക്കാവൂ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റാൻഡേർഡ് IS 302-276 സെക്ഷൻ 76 പാർട്ട് 2 പ്രകാരം ഇമ്പൾസ് ജനറേറ്ററുള്ള ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഫെൻസ് എനർജൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈദ്യുതി വേലികൾക്കു വേണ്ടി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നത് 2003 ഇലക്ട്രിസിറ്റി നിയമം ഭാഗം 14 വകുപ്പ് 135 1 ഈ പ്രകാരം നിയമവിരുദ്ധവും 3 വർഷം വരെ തടവും പിഴയും രണ്ടും കൂടിയോ ചുമത്താവുന്ന കുറ്റമാണ്. സ്വകാര്യ വ്യക്തികൾ കാട്ടിയ നിയമലംഘനത്തിന് KSEBയെ പഴി പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധവും അപലപനീയവുമാണെന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. അതേസമയം KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിക്കുന്നതായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിൽ KSEBയെയും സർക്കാരിനെയും കുറ്റം പറയുന്നത് എന്തിനാണെന്നുമായിരുന്നു വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ചോദിച്ചത്. നിയമലംഘനത്തിനെതിരെ ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണത തള്ളിക്കളയണമെന്നും മന്ത്രി പറയുകയാണ്. വൈദ്യുതി കെണികൾക്ക് KSEB മൗനാനുവാദം നൽകിയിട്ടുണ്ട് എന്ന വാദവും അദ്ദേഹം തള്ളി. പഞ്ചായത്ത് പ്രസിഡന്റോ MLAയോ ഇത്തരത്തിൽ അനധികൃതമായി ലൈൻ വലിക്കുന്ന സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നും പരാതി ലഭിച്ചിട്ടും KSEB ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് ഇതിനോടകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിനീഷ്, കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടിയാണ് കെണി ഒരുക്കിയിരുന്നത് എന്ന് പ്രതികളായ ഇരുവരും സമ്മതിച്ചിട്ടുണ്ട്. ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി വിനീഷിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. കെണി വെച്ച മൃഗങ്ങളെ പിടിക്കുന്നത് പ്രതിക്ക് ഹോബിയാണെന്നും ഒപ്പം കൂട്ടുകാരുമുണ്ട് എന്നതും ബന്ധുക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു വഴിക്കടവിൽ 15-കാരനായ ആനന്ദ് ഷോക്കേറ്റ് മരിച്ചത്. സുഹൃത്തുക്കളായ 5 പേർക്കൊപ്പം വഴിക്കടവിലെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു ആനന്ദ്. വല വീശുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. സ്വകാര്യ ഭൂമിയിൽ പന്നിയെ പിടികൂടാൻ വെച്ച കെണിയായിരുന്നു അനന്തുവിന്റെ ജീവനെടുത്തത്. അനന്തിനൊപ്പം ഉണ്ടായിരുന്ന യദുകൃഷ്ണൻ, ഷാനു വിജയ് എന്നിവർക്ക് ഷോക്കേറ്റിരുന്നു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മരണം സർക്കാർ സ്പോൺസർ ചെയ്തതായിരുന്നു എന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. അപകടത്തിന് കാരണം KSEBയുടെ അനാസ്ഥയാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDYFും അടക്കം രംഗത്തെത്തിയിരുന്നു.